അസ്സലാമലൈക്കും, നമസ്കാരം. ഞാനൊരു വാർത്ത കണ്ടിരുന്നു. അതായത് വീട്ടിൻ്റെ ഓണർ ഒരു വീട് തന്നെ ഇടിച്ച് പൊളിച്ചിരിക്കുക. ആ കുടുംബം നടുറോട്ടിലായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിൽ ഈ വീട്ടിൻ്റെ ഓണറിന് സൈബർ ആക്രമണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ കുറച്ച് നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, ഒരു 5-6 ആൾക്കാരൊക്കെ ഈ വീട്ടിൻ്റെ ഓണർക്കെതിരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നിട്ട് ഇത് ചെയ്തത് ശരിയല്ല, മനസ്സാക്ഷി ഇല്ലാത്തൊരു പരിപാടിയാണെന്നൊക്കെ. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ എന്തറിയോ, ഞാൻ 100% ആ വീട്ടിൻ്റെ ഓണറിൻ്റെ ഒപ്പം തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. കാരണം സ്വന്തം വീട് ഇടിച്ചു പൊളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ ചിന്തിക്കണമെങ്കിൽ എന്തുമാത്രം ആ വീട്ടിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ വൺ സൈഡ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ ക്യാമറയുടെ മുന്നിലുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് വിഷമം ഉണ്ടാവും, ഞാൻ ഇല്ലയെന്നും പറയുന്നില്ല. പക്ഷേ അവർക്ക് വളരെ കൃത്യമായിട്ട് അയാൾ പേപ്പറും കാര്യങ്ങളും മറ്റുള്ളതും പറയലും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. വർഷങ്ങളായിട്ട് ആ വീട്ടോണറെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് മാത്രമായിരിക്കും പ്രിയ സുഹൃത്തുക്കൾ ആ വീട്ടിൻ്റെ ഓണർ അങ്ങനത്തെ ഒരു നിലപാടില്ല. അതായത് ഇവർ ഒരിക്കലും ഒഴിയില്ല, ഈ ഒരു വീട് സ്വന്തമാക്കും എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഇങ്ങനത്തെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിൽ പോലീസുകാർ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർ സപ്പോർട്ട് ചെയ്താലില്ലെങ്കിലും ഇവർക്ക് ഈ വീട്ടിലുള്ള ആൾക്കാർ ഒഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ കളിച്ചിട്ടുണ്ടാവും ആ ഓണറൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരു വീട് വാടകയ്ക്ക് വിട്ടതാണ് പ്രിയ സുഹൃത്തുക്കളെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി വീട് വാടകയ്ക്ക് വിടൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഞാൻ വീട് വാടകയ്ക്ക് വിട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ വീട് അവസാനം വിറ്റ് വേട്ടാതെ വെച്ച്. എന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു വീട് കെട്ടണമെങ്കിൽ 10-20 ലക്ഷം രൂപ ചിലവുണ്ടെന്ന് വെച്ചോ. ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 6000 രൂപ വാടക കിട്ടും. ഏറ്റവും ടോപ്പ് വാടക എന്ന് പറയുമ്പോൾ ഒരു 6000 രൂപ നമ്മൾ കിട്ടുന്ന ഒരു വീടിൻ്റെ അവസ്ഥ പറയുകയാണ്. ഇതേ പൈസ 10-20 ലക്ഷം രൂപ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം നമുക്ക് 10,000 രൂപയുടെ അടുത്ത് കിട്ടും. അത് ആലോചിച്ച് നോക്കിയോ, ഒരു ചിലവില്ല. അപ്പോൾ വാടകയ്ക്ക് നമുക്ക് ആ പൈസ ആ സമയം കഴിയുമ്പോൾ 6 മാസമോ 1 വർഷമോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞിട്ട് ആ സമയം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യത്തിന് യൂസ് ചെയ്യാം, എന്തെങ്കിലും ബിസിനസ് ഇടാം, ഒന്നിന് ഡബിളാക്കാം. മനസ്സിലായ? പക്ഷേ ഈ വീട് വാടക കൊടുത്താൽ എന്താണെന്നറിയോ, ഈ വീട്ടിൽ വാടകയിരിക്കുന്ന ആൾക്കാരുടെ എല്ലാ പ്രശ്നം നമ്മൾ പോയി ഇടപെടേണ്ടി വരും. മീൻസ് അവരുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ പോയി അതിൻ്റെ പരിഹാരം കാണേണ്ടി വരും. നമുക്കായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക. നല്ല ആൾക്കാർ വന്നിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തത്, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നമ്മളറിയും. വാടക തര വഴിയിൽ നിങ്ങളോട് വന്ന് പറഞ്ഞ് കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പോകും. ഞാൻ പറയുന്നത് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലല്ല പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് അനുഭവം കൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വീട് വാടക കൊടുത്തതിൽ തന്നെ നമ്മൾ വാടക കൊടുത്ത ആ വീടിന് ഇവർ എന്തെല്ലാം ചെയ്യുന്നത്. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് അത്ര സൂപ്പറായിട്ട് വെച്ച വീടിന് ഇവരെന്ത് ചെയ്തതറിയോ, ഒരു വർഷം പോലും തേഞ്ഞിട്ടില്ല. വല്ല പാഴടിഞ്ഞ ബംഗ്ലാവ് പോലെ ആക്കി വെച്ച് കളഞ്ഞ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആരാൻ്റെ മുതലാണല്ലോ, നമ്മുടെ മുതലല്ലോ, നമ്മൾ പോകുന്നതല്ലേ. ആണി അടിക്കണം തോന്നുന്നവിടെ ആണി അടിക്കുക, പൊളിക്കണം തോന്നുന്നവിടെ പൊളിക്കുക, ഒരു പ്രശ്നമില്ല. ഞാനിത് എല്ലാവരെയും പറയുന്നില്ല. നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ, നല്ല രീതിയിൽ അടിപൊളിയായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇതിലുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, വാടക കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നല്ല ആൾക്കാരല്ലെങ്കിൽ ഒരിക്കലും വാടക കൊടുക്കരുത്. ആ ഫ്ലാറ്റിലിരുന്ന വേറൊരാൾ, ഈ ഓണർ ഉണ്ടല്ലോ, ഓണർക്ക് വാടക കൊടുക്കുന്നില്ല, അയാൾ പേടിച്ചിട്ടാണ് വാടക ചോദിക്കുന്നത്. വാടക കൊടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഈ ഫ്ലാറ്റുകൾ വാടക കൊടുക്കുന്ന രീതിയിലൊക്കെ ആൾക്കാർ കെട്ടുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറയുന്നത്, ഒരു പഴയ മോഡൽ സ്റ്റൈലിൽ വീട് വാടക കൊടുക്കുന്നുണ്ടല്ലോ, അതൊന്നും കൊടുക്കരുത്. കൃത്യമായിട്ടുള്ള പേപ്പറില്ലാതെ ഒന്നും ഒരിക്കലും ചെയ്യരുത്. ഒരു വർഷം കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുതുക്കണം. മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നിയമങ്ങൾ എന്തെല്ലാം ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് വേണം ഒരാൾക്ക് വാടക കൊടുക്കാനും. ശരിയെല്ലാം തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സമയം കൊടുത്തിട്ട് ആൾക്കാരെ മാറ്റിക്കളയാം. നിർത്തരുത്. നല്ല ആളുകൾ അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് വീട് വാടക കൊടുത്ത് മുന്നോട്ട് പോകരുത്. വീട് പൂട്ടിക്കിടന്നാലും വിരോധമില്ല പ്രിയ സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ കൊണ്ട് പറയുന്നത്, വീട് പൂട്ടിക്കിടന്നാലും പ്രശ്നമല്ല. ആയിക്കോട്ടെ, ഒന്ന് താമസിച്ചിട്ട് കിട്ടുന്ന വാടക കളയണ്ടെന്നുള്ള ചിന്ത വെച്ച് നിങ്ങൾ വീട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടടക്കുമ്പോൾ വീട് നശിപ്പിച്ചിട്ട് പോകും. പല രീതിയിൽ ചെയ്തിട്ട് ഇവർ പോകും. അതിൽ ഒരു മാറ്റവുമില്ല. ഒരുപാട് ആൾക്കാർക്ക് അനുഭവമാണ്. അവരുടെ വീട് വരെ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ പറഞ്ഞത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വാടക കൊടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.